എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടൊരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത്. ചാലക്കുടി പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ ഒരു അപകടമുണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ആശ്രമം ജംഗ്ഷൻ, സിഗ്നൽ ജംഗ്ഷൻ വലിയ അപകടങ്ങളുണ്ടാകുന്നൊരു സ്ഥലമായി മാറിയിട്ട് എത്ര നാളുകളായി. എത്ര പേരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞിട്ടുള്ളത്. സ്ഥിരമായിട്ട് ഇവിടെ അപകടങ്ങളുണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് അധികാരികൾ ഇതിലൊരു ശ്രദ്ധ എടുക്കാറുള്ളത്? ഇവിടെ അടിപ്പാത വരുന്നു, ഇത് അടച്ചു കെട്ടാൻ പറഞ്ഞിട്ട് അതിലിടപെടൽ നടത്തുന്നില്ല. 2 ഫ്ലൈ ഓവറുകൾ ഇറങ്ങി വരുന്ന ഭാഗമാണ്. ഈ ഫ്ലൈ ഓവറുകൾ ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് സിഗ്നലിൽ നിൽക്കുന്ന വാഹനങ്ങളുടെ പിറകിൽ മറ്റു വാഹനങ്ങൾ വന്നിടിക്കുന്ന സ്ഥിരം കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഭരണകൂടങ്ങൾ തന്നെയാണ് ഇതിന് ഉത്തരവാദിത്തം. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം, കെമിക്കൽ കയറ്റി വന്ന ഒരു മിനി ലോറി, ആ മിനി ലോറി ശാസ്താംകുന്ന് വ്യാർപുരം ഭാഗത്തുനിന്ന്, പോട്ട ആശ്രമം ഭാഗത്തുനിന്ന് ഒരു ഇരുചക്രവാഹനം ഹൈവേയിലേക്ക് കയറി വരായിരുന്നു. ആ ഇരുചക്രവാഹനത്തെയാണ് ഈ മിനി ലോറി ഇടിച്ച് തെറിപ്പിച്ച് ഏകദേശം ഒരു 10-100 മീറ്ററോളം നിരക്കി കൊണ്ടുപോയത്. അതിനുശേഷം ഈ കെമിക്കൽ കയറ്റി കൊണ്ടുവന്ന ഈ മിനി ലോറി നിന്ന് കത്തുകയായിരുന്നു. ഇരുചക്രവാഹനം ഈ മിനി ലോറിയുടെ അടിയിലാണ് കിടക്കുന്നത്. ഇത് ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഈ കെമിക്കൽ കയറ്റിയ മിനി ലോറി കത്തുകയായിരുന്നു. ഫയർഫോഴ്സ് സംഘം വന്ന് ഏറെ പരിശ്രമിച്ചിട്ടാണ് ഈ തീ അണച്ചത്. ഈ ഡ്രൈവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ മിനി ലോറിയുടെ അടിയിൽ ഈ ചക്രവാഹനക്കാരൻ വിയാർപുരം സ്വദേശി ഞാറയ്ക്കൽ അശോകൻ മകൻ അനീഷ് 40 വയസ്സെന്ന ആളാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഈ വാഹനം ഉൾപ്പെടെ ഇവിടെ ഹൈവേയിൽ ഗതാഗത നിയന്ത്രണം വന്നിരിക്കുകയാണ്. ഏറെ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ ഇത് ഏത് സംവിധാനങ്ങളാണ് ഇതിൽ ഇടപെടണമെന്ന് അറിയില്ല. ഇപ്പോഴും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് പാന്താടുന്ന ഈ പറയുന്ന അധികാരികൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഏതെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവരണം. 2 ഫ്ലൈ ഓവറുകൾ ഇറങ്ങി വരുന്ന ഈ ഭാഗത്താണ് മിക്കവാറും മാസത്തിൽ 1 എന്നുള്ള കണക്കിലാണ് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇരുചക്രവാഹനക്കാരൻ മരിച്ചിരിക്കുന്ന വാർത്തയാണ് നിങ്ങളിപ്പോൾ അറിയിക്കുന്നത്. ഞാറയ്ക്കൽ അശോകൻ മകൻ അനീഷ് 40 വയസ്സെന്ന ആളാണ് മരണപ്പെട്ടിട്ടുള്ളത്.